ഹലോ കൂട്ടുകാരി, നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് എൻ്റെ ബോട്ടിൽ ആർട്ട് കളക്ഷനായിട്ടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ബോട്ടിൽ ആർട്ടൊക്കെ നമ്മുടെ ഒരു കോവിഡ് ടൈമിലാണ് ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ എൻ്റെ അത്യാവശ്യം കുറേ ബോട്ടിൽ ആർട്ടുകൾ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും കാണിക്കാൻ പറ്റുന്ന അത്രത്തോളം ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തും. ബാക്കിയുള്ളത് ഓരോ പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ആൻറ്റിക് ബോട്ടിൽ ആർട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം തന്നെ ഈ ഒരു ബോട്ടിൽ ആർട്ടിൽ നമുക്ക് തുടങ്ങാം. ഇത് ഞാൻ സോസിൻ്റെ ബോട്ടിലിൽ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇതിൽ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ കയ്യിലുള്ള കുറച്ച് മുത്തും കാര്യങ്ങളൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ബേസ് കോട്ടിൽ പിന്നെ ഞാൻ നമ്മുടെ സിൽവർ മെറ്റാലിക് കളർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ കാര്യമായിട്ട് പറയാൻ മാത്രം ഒന്നും ഇതിൽ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ ഈ ഒരു കുഞ്ഞു ബോട്ടിൽ നമ്മൾ ചെയ്തത്. നെക്സ്റ്റ് വരുന്നതും അത്തരത്തിലുള്ളൊരു ബോട്ടിൽ തന്നെ നമ്മൾ പിസ്താഷ്യൽ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇത് നമ്മുടെ പിസ്താഷ്യൽ ഒട്ടിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഗോൾഡൻ മെറ്റാലിക് കളറാണ് ഇതിൽ ഞാൻ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് ആ ഒരു സിൽവർ പോലെ നിങ്ങൾ കാണുന്നില്ല, അത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പണ്ടൊരു സ്റ്റാറാണ് കേട്ടോ, നമ്മുടെ ക്രിസ്മസ് സ്റ്റാറാണ്. അപ്പോൾ ആ ജസ്റ്റ് പൊട്ടിപ്പോയപ്പോഴേക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് കണ്ടിച്ച് അവിടെ ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുത്താണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി. അടുത്തത് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ക്ലേ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബോട്ടിലാണ് കേട്ടോ. എനിക്ക് പൊതുവേ ക്ലേ ഉപയോഗിച്ച് ചെയ്യുന്നതിനോട് വലിയ താല്പര്യമില്ല. എനിക്കത് അത്ര വശമുള്ളതായിട്ട് തോന്നുന്നില്ല. എങ്കിലും ഞാൻ ആദ്യമായിട്ട് എങ്ങനെയാണ് ഈ ക്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് വാങ്ങിച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നൊരു ബോട്ടിലാണ് കേട്ടോ. കുഴപ്പമില്ലാന്ന് തോന്നുന്നു അല്ലേ. ഞാൻ കുറച്ച് ഷേപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു എന്നേ ഉള്ളൂ. എനിക്കല്ലാതെ നമ്മൾ തന്നെ ഈ പേപ്പർ ക്ലേ ഒക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യത്തില്ല, അത്തരത്തിലുള്ളതാണ് കുറച്ചുകൂടി ഇഷ്ടം കേട്ടോ. ഇപ്പോൾ അടുത്ത ഞാൻ കാണിച്ചു തരാം. ഇത്തരത്തിലൊക്കെയാണ് വേസ്റ്റ് മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് റീയൂസ് ചെയ്തൊക്കെ ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ താല്പര്യമുള്ളത്. ഇത് നമ്മൾ CD വെച്ച് ചെയ്താണ് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പഴയ CD ഉണ്ടല്ലോ, അത് ഞാൻ എനിക്കൊന്ന് ഫ്രീസറിൽ വെച്ച് ഒരു 2 മണിക്കൂറോളം തണുപ്പിച്ചെടുത്തു. അങ്ങനെയാകുമ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. അടുത്തത് വരുന്നത് ഇതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബോട്ടിൽ ആർട്ട് തന്നെയാണ്. ഇതിൽ നമ്മൾ ഒട്ടിച്ചു കൊടുത്ത് നമ്മുടെ മെറ്റൽ കല്ലില്ലേ, അതാണ് കേട്ടോ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ബേസ് കോട്ടായിട്ട് നമ്മൾ ബ്ലാക്ക് കളർ കൊടുത്തു. അതിനുശേഷം മെറ്റൽ കല്ല് ഒട്ടിച്ചിട്ട് അതിലേക്കൊരു റെഡ് കളർ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഗോൾഡൻ കളർ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒറ്റ നോട്ടത്തിൽ മെറ്റൽ കല്ലാന്നേ പറയില്ല അല്ലേ, നല്ല ഭംഗിയുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത വരും നമ്മളൊരു കുഞ്ഞു ബോട്ടിലുമേ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഈ നമ്മുടെ പെർഫ്യൂമിൻ്റെയൊക്കെ ബോട്ടിലില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെറുതെ കളയാൻ തോന്നിയില്ല. അപ്പോൾ ഞാൻ അതിലേക്കൊരു ഗണപതിയെ വരച്ചെടുത്തിരിക്കുന്നതാണ്. അത് കണ്ടില്ലേ, ഇത്തരത്തിലുള്ളൊരു പെർഫ്യൂമിൻ്റെ കുപ്പിയായിരുന്നു അത്. അപ്പോൾ നമ്മുടെ ഒരു ബ്ലാക്ക് ബേസ് കോട്ടായിട്ട് കൊടുത്തിട്ട് അതിൽ ഗോൾഡൻ കളർ വെച്ചിട്ടാണ് നമ്മൾ ഗണപതിയെ വരച്ചെടുത്തിരിക്കുന്നത്. അടുത്തതും എനിക്ക് വളരെ 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 പ്രിയപ്പെട്ടൊരു കുപ്പി തന്നെയാണ്. ഇത് സത്യത്തിൽ ഞാൻ ചെയ്തിട്ടുള്ളതല്ല, അമ്മ ചെയ്തിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ലൊരു ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഇതിൽ അമ്മ നമ്മുടെ വളയൊക്കെ ഇല്ലേ, ആ ഒരു വളകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ കുറേ മുത്തുകളൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് അമ്മ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിലുള്ളതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ആൻറ്റിക് ബോട്ടിൽ ആർട്ടാണ് ഇതെന്ന് പറയുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. കാരണം ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഇതിലേക്ക് ഭയങ്കര ഒരു ആകർഷകമായി പോകും അല്ലേ. അപ്പോൾ എന്താണെങ്കിലും ഇതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു കുപ്പി തന്നെയാണ്. അടുത്തത് വരുന്നത് ഇതാണ് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടും മറ്റും ചെയ്യുന്നൊരു ബോട്ടിൽ ആർട്ടാണ്. ഇത് അവിടെ ഇവിടെ ആയിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയ കുറേ സാധനങ്ങൾ ഞാൻ എടുത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു താക്കോലുണ്ട്, പിന്നെ ആണി, അതുപോലെ തന്നെ സേഫ്റ്റി പിന്ന്, ബ്ലേഡ്, അതൊക്കെയാണ് കേട്ടോ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ഗോൾഡൻ കളർ ജസ്റ്റ് ബോർഡറൊക്കെ ആയിട്ടൂടെ ഒന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഉരുണ്ട കുപ്പിയിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കുപ്പിയിൽ ഇതിലും ഞാൻ കുറേ നമ്മുടെ ലോക്കറ്റുകൾ ഉണ്ടല്ലോ, ലോക്കറ്റ്, പിന്നെ കമ്മൽ, പിന്നെ സ്ലൈഡിൻ്റെയൊക്കെ ഓരോ ഇതൊക്കെ വരത്തില്ലേ, അതൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഉണ്ട ബോട്ടിൽ അല്ലേ. പിന്നെ ഇത് നമ്മുടെ ടെലിഫോൺ ബോട്ടിൽ ആർട്ടാണ്. ഇത് നമ്മൾ പേപ്പർ ക്ലേ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വളരെ എളുപ്പത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ പാർട്ട് 2 വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി എല്ലാ കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.